റഹീം നിർവഹിച്ച ഒരു ദൗത്യത്തിന്റെ ഒരു ഇമ്പാക്ട് എന്താണ്? അയാൾ അവിടെ പോയി ആളുകളെ കാണുന്നു. അയാളുടെ പാർട്ടി നിർദ്ദേശപ്രകാരമാണെങ്കിൽ കൂടി അയാളോട് പോയി ആളുകളെ കാണുന്നു, സംസാരിക്കുന്നു, അത് വാർത്തയാക്കുന്നു. കേരളത്തിൽ നിന്നുള്ള ഇടപെടൽ വരുന്നു. മുഖ്യമന്ത്രി കടുത്ത ഭാഷയിൽ വിമർശിക്കുന്നു. അതിനൊരു പരിഹാരമുണ്ടാക്കാതെ നിവൃത്തിയില്ല എന്ന ഘട്ടത്തിലേക്ക് സിദ്ധരാമയ്യ വരുന്നു. ഇല്ലെങ്കിൽ ഈ മനുഷ്യർ തെരുവിൽ തണുത്ത് കിടന്നേനെ. കാരണം അവർക്കൊരു പ്ലാനും ഉണ്ടായില്ല ഇറക്കി വിടുന്ന മനുഷ്യരെ എന്ത് ചെയ്യണമെന്നുള്ളത്. സോ രാഷ്ട്രീയ ദൗത്യം എന്നത് നിർവഹിക്കപ്പെട്ട് കഴിഞ്ഞു തന്നെ ഞാൻ കാണുന്നത്. ആ മനുഷ്യർക്ക് ജീവിതത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കാൻ, ഇറക്കി വിട്ടപ്പെട്ട മനുഷ്യരെ ചേർത്ത് പിടിക്കാൻ രാഷ്ട്രീയമായി നടത്തിയിട്ടുള്ള ദൗത്യം സമ്പൂർണ്ണമായി വിജയമായി കഴിഞ്ഞിരിക്കുന്നു. അത് പറയുന്നതിലുണ്ടായപ്പോയിട്ടുള്ള വാക്കുകളിലെ പാളിച്ചെടുത്ത് പരിഹസിക്കുന്ന മനുഷ്യർ അടിസ്ഥാന രാഷ്ട്രീയം എന്താണെന്ന്, അരികുകളിലെ മനുഷ്യരുടെ ജീവിതം എന്താണെന്ന് മനസ്സിലാക്കാത്തവരാണ്. അതുകൊണ്ട് റഹീമിനോട് എന്തെങ്കിലും പാളിച്ച പറ്റിപ്പോയെന്ന് എനിക്ക് തോന്നുന്നില്ല. റഹീം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട സന്ദർഭമാണ് പൂർത്തിയാക്കിയത് എന്ന് ഞാൻ പറയും. റഹീം അടക്കമുള്ള ആൾക്കാർ ഇറങ്ങി പുറപ്പെട്ടില്ലെങ്കിൽ കർണാടകയിലെ മനുഷ്യർ തെരുവിൽ കിടക്കും. അതിന് പരിഹാരം ഉണ്ടാക്കിയത് കേരളത്തിൽ നിന്നുള്ള മനുഷ്യന്മാരുടെ രാഷ്ട്രീയ ശബ്ദമാണ്. അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിലെ ഏതോ തെരുവുകളിൽ എടുത്തെറിയപ്പെട്ട മനുഷ്യർക്ക് തുല്യമായി കർണാടകയിലെ ബാംഗ്ലൂരിലെ ഈ മനുഷ്യർ മാറിയത്. അതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തോട് ഹാറ്റ്സ് ഓഫ് ആണ് പറയാൻ തോന്നുന്നത്.